ഉള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ആ കടായിക്കകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കാരമൽ ചെയ്തെടുക്കുക. അത് കാരമൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. ആ നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞേച്ചും പിന്നെ ഒരു 250 ഗ്രാം ചോറ് അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട ചോറും ഈ പഞ്ചസാരയും ഈ നെയ്യെല്ലാം കൂടി ഒന്നിച്ച് ശരിക്കും ഒന്ന് ഇളക്കി കൂട്ടി നന്നായിട്ട് അതിലിട്ട് യോജിപ്പിച്ചെടുക്കുക. അത് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പാലൊഴിക്കുക. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അതിനാണ് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്താലേ ഉള്ളൂ, വേറെ അല്ലാതെ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പഞ്ചസാര കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട് ജീരകമോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ഏതെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കണേണ്. പിന്നെ നമ്മൾ കശുവണ്ടി, മുന്തിരി അതെല്ലാം കൂടി നമ്മൾ വറുത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ മിൽക്ക് മെയ്ഡ് മധുരത്തിന് വേണ്ടി, പിന്നെ ടേസ്റ്റിന് വേണ്ടിയും കൂടി മിൽക്ക് മെയ്ഡും ഇട്ട്, പഞ്ചസാര ഇട്ടെന്നാലും നമ്മൾ മിൽക്ക് മെയ്ഡ് ഒരു സ്പൂൺ പോലും ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. അതിട്ട് കൊടുക്കുക. അതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടണം. നന്നായിട്ട് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചോറായതുകൊണ്ട് നമുക്ക് കൊഴുപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ, അത് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ പൊടിയെടുത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കിച്ച് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടയായിട്ട് നല്ല കുറുക്ക് പോലെയാകും അത്. അല്ലെങ്കിൽ അത് വെറുതെ വെള്ളം പോലെ കിടക്കുമല്ല. ഒത്തിരി കൊഴുപ്പുണ്ട്, എന്നാലും നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊഴുപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ പകർത്തി നമ്മളത് കുടിച്ച് നോക്കും. നല്ല ടേസ്റ്റുണ്ട്. പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുണ്ട്. ഞങ്ങൾ കഴിച്ച് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആരും അറിഞ്ഞില്ല ഞാനിങ്ങനെ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. കഴിച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അരി പായസം എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കഴിച്ചത്. പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ചോറാണെന്ന് മനസ്സിലായത്.